നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂർ സ്വദേശി വിദ്യാർത്ഥി റാണ പ്രതാപിന്റെ ദുരൂഹമരണം അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിബിഐ നിലപാട് തേടി. കോടതി സിബിഐയുടെ നിലപാട് ചോദിച്ചത് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസ് സിബിഐ അന്വേഷിക്കണമെന്ന കുട്ടിയുടെ പിതാവിന്റെ ആവശ്യപ്രകാരം. കള്ളടാക്സികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പത്തനാപുരത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനം. മണ്ഡലകാലം ആരംഭിക്കാറായ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ പ്രധാന പാതയായ ദേശീയപാത 744 നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. പത്തനാപുരത്ത് LIC ഏജന്റായ വീട്ടമ്മയെ കാണുവാനില്ലെന്ന് പരാതി. പുനലൂർ സ്വദേശിയായ വിദ്യാർത്ഥി റാണ പ്രതാപിന്റെ ദുരൂഹമരണം അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിബിഐ നിലപാട് തേടി. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് കുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ നിവേദനം നൽകിയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അലംഭാവം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പരാതി നൽകിയിരുന്നു. 2011 മാർച്ച് 26-നാണ് പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന റാണ പ്രതാപ് ദുരൂഹ സാഹചര്യത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. SSLC അവസാന ദിവസത്തെ പരീക്ഷ എഴുതിയ ശേഷം നഗരത്തിലെ ബേക്കറിയിൽ ജ്യൂസ് കഴിക്കാൻ കയറിയപ്പോഴാണ് സംഭവം. റാണ പ്രതാപിനൊപ്പം 4 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഓർഡർ ചെയ്ത ജ്യൂസ് എത്തും മുമ്പ് തന്നെ റാണ പ്രതാപ് പിടഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. റാണ പ്രതാപ് വീണയുടൻ കൂടെയുണ്ടായിരുന്ന 2 കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. ജ്യൂസിന് ഓർഡർ ചെയ്ത് ഇങ്ങനെ പെട്ടെന്ന് അലറി വീണ് സ്പോട്ടിൽ മരിച്ചു. എന്നിട്ട് ഞാൻ എടുത്ത് പെട്ടെന്ന് എനിക്ക് മരിച്ചെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെന്റ് തോമസ് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവിടെ ചെന്നപ്പം അവർക്ക് മരിച്ചത് മനസ്സിലായിട്ട് അവർ പറഞ്ഞ് നിങ്ങൾ ICU എടുത്ത് കൊണ്ടുവന്നായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആംബുലൻസിൽ പൊയ്യാനി ചെന്നു. പൊയ്യാനി ചെന്നൊരു അരമണിക്കൂർ ചെയ്യുമ്പോൾ ഡോക്ടർ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചാൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് എന്തോ സംഭവം നടന്നത്. പലരും അന്നേരം അറ്റാക്ക് എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഒത്തിരി പേര് പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അന്നേരം അതിനെ അനുകൂലിച്ചൊക്കെ നിന്നു. പിന്നെ വേറെ നമ്മുടെ കുറച്ച് ബന്ധുക്കൾ പറഞ്ഞ് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കൊണ്ടുപോയി അതിൻ്റെ റിസൾട്ട് ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പം റിസൾട്ട് കിട്ടിയപ്പം ഇത് പോയിസണുള്ളിൽ ചെന്നാൽ മരണം സംഭവിക്കുന്നു. അന്നേരമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അന്നേരം ഈ കൂടെ 2 ചെറുക്കന്മാരും അന്നേരം ഇറങ്ങി ഓടിയായിരുന്നു ഈ മരിച്ച് വീഴുമ്പോൾ. ലിവിൻ ജോസ് അവരെ ചോദ്യം ചെയ്തില്ലേ പോലീസ്? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ആ രീതിയിലുള്ള ഒരു കളി നടക്കുമായിരുന്നു. തുടക്കത്തിൽ കേസ് അന്വേഷിച്ച പുനലൂർ പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചതിനെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. റാണ പ്രതാപിന്റെ അയൽവാസിയും നേരത്തെ പ്രാർത്ഥനാ കേന്ദ്രം നടത്തിയിരുന്നയാളുമായ അമേരിക്കൻ മലയാളി കോശി സാമാണ് റാണ പ്രതാപിന്റെ മരണത്തിന് പിന്നിലെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഇയാളുമായി റാണ പ്രതാപിന്റെ കുടുംബത്തിന് നേരത്തെ ശത്രുതയുണ്ട്. ഇയാളുടെ പ്രാർത്ഥനാ കേന്ദ്രത്തിലെ സ്ഥിരം അംഗങ്ങളാണ് റാണ കുഴഞ്ഞു വീണപ്പോൾ ഓടിപ്പോയ സുഹൃത്തുക്കളെന്നും വീട്ടുകാർ ആരോപിച്ചു. പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടും അന്വേഷണം പൂർത്തിയാകുന്നില്ലെന്ന് റാണ പ്രതാപിന്റെ പിതാവ് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. പ്രതികളുടെ ഉന്നത രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കാത്തതെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച നിവേദനത്തിൽ പറയുന്നു. ഞാൻ ഹർജി കൊടുത്താണ് പോലീസിന് യാതൊരു രീതിയിലും അന്വേഷണം ഇല്ലാതെ വന്നപ്പോൾ ഞാൻ അതിന് പിന്നെ ആദ്യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോയി കണ്ടു. ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ പുള്ളി എൻ്റെ മുമ്പേ ഞാൻ ക്രൈംബ്രാഞ്ച് ഓർഡറിലെന്ന് പറഞ്ഞു. ഇവിടെ ഓർഡർ ഇടാന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് കുറച്ച് നേതാക്കളെ പല പാർട്ടിയുടെ നേതാക്കളുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 3-ാമത്തെ ദിവസം ക്രൈംബ്രാഞ്ചിന് കൊല്ലം ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് 3 പേര് വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് അവിടെ കൊല്ലത്ത് ക്രൈംബ്രാഞ്ച് ആശ്രമത്തുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ്. അങ്ങനെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് എൻ്റെ മൊഴിയൊക്കെ എടുത്ത് എല്ലാവരും പറഞ്ഞ് CA പറഞ്ഞ് ഒരു 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കൊണ്ട് ഒരാഴ്ചയായിട്ട് വരായിരുന്നു. അപ്പോൾ ഞാൻ ആ CA വിളിച്ചു. അത് എന്തോ ചെയ്യാൻ നിങ്ങളുടെ ഓർഡർ ഇട്ട ആളെ അത് മരയിപ്പിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഓർഡർ ഇട്ടതാരെ മുഖ്യമന്ത്രി അന്വേഷണം CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് റാണ പ്രതാപിന്റെ പിതാവ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വാദം കേട്ട ശേഷമാണ് കോടതി CBI നിലപാട് തേടിയത്. അഡ്വക്കേറ്റ് ജയപ്രദീപ് മുഖേന സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് P. ഉബൈദ് പരിഗണിച്ചത്. കേസ് 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. അതേസമയം കേസന്വേഷണത്തിലെ അലംഭാവം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരാതി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൈമാറുകയും തുടർ നടപടിക്കായി DGPയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ജോയിന്റ് കൌൺസിൽ ജില്ലാ സമ്മേളനം 14-15 തീയതികളിൽ കൊട്ടാരക്കരയിൽ നടന്നു. അസാധാരണമായ വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെ വേതന നിരക്കുകൾ അടിയന്തരമായി പരിഷ്കരിക്കേണ്ടതുണ്ടെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി.
ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് നടന്ന ഉദ്ഘാടന സമ്മേളനം പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ക്ലാസിന് എംഎൽഎമാരായ GS ജയലാൽ, അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര പാരിറ്റി ഉറപ്പാക്കി 10ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, വിലക്കയറ്റത്തിന്റെ അസാധാരണമായ സാഹചര്യം പരിഗണിച്ച് അടിസ്ഥാന ശമ്പളത്തിന്റെ 20% ഇടക്കാലാശ്വാസം അനുവദിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് ജോയിന്റ് കൌൺസിൽ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ കമ്മിറ്റി സെക്രട്ടറി R രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് R ഉദയൻ അധ്യക്ഷനായി. സംഘാടക സമിതി ജനറൽ കൺവീനർ N കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന കൌൺസിൽ അംഗം N വെളിയം രാജൻ, ജോയിന്റ് കൌൺസിൽ വനിതാ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി G വിലാസിനി, സെക്രട്ടേറിയറ്റ് അംഗം G ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മണ്ഡലകാലം ആരംഭിക്കാറായ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ പ്രധാന പാതയായ ദേശീയപാത 744 നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. കഴിഞ്ഞ ദിവസം അന്യസംസ്ഥാന ബസ് തലനാരിഴയ്ക്കാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ദേശീയപാതയുടെ ഇരുവശത്തും കാടുമൂടിയിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർക്കും താലൂക്ക് വികസന സമിതിയിലും നിവേദനം നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. ഈ കാടുകൾ നീക്കം ചെയ്യണമെന്നുള്ള ഒരു നിവേദനവുമായി യൂത്ത് കോൺഗ്രസ് പലതവണ NHന്റെ അധികാരികളെ സമീപിച്ചിരുന്നു. ഫണ്ടില്ല എന്നുള്ള കാരണമാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വികസന സമിതിയിൽ, താലൂക്ക് വികസന സമിതിയിൽ പരാതിപ്പെട്ടിരുന്നു. അപ്പോഴും ഉടൻ ചെയ്യാം, അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി 5 ലക്ഷം രൂപ വരെ ചെലവഴിക്കാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കഴിയും. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിസ്സാര കാര്യങ്ങൾ പോലും അധികാരികൾ വളരെ വലിയ വളവുകളും കൊക്കകളുമുള്ള മേഖലയിൽ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ല. ഉള്ളവയിൽ പലതും കാട് മൂടിക്കഴിഞ്ഞു. വലിയ വളവുകളും വലിയ കൊക്കകളുമൊക്കെയുള്ള ഈ പ്രദേശങ്ങളിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ എല്ലാം തന്നെ കാടുകൾ മൂടപ്പെട്ടിരിക്കുകയാണ്. ചിലതൊക്കെ നിലം പതിച്ചിരിക്കുന്നു. ഇതൊന്നും പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുവാനോ അതല്ലെങ്കിൽ ഈ ബോർഡിന്റെ മൂടപ്പെട്ടിരിക്കുന്ന കാടുകൾ നീക്കം ചെയ്യുവാനോ അധികാരികൾ തയ്യാറാവുന്നില്ല. പലയിടത്തും കയ്യേറ്റങ്ങൾ മൂലം റോഡിന് വീതി കുറഞ്ഞിട്ടുമുണ്ട്. മണ്ഡലകാലത്തിന് മുമ്പ് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് അയ്യപ്പന്മാർക്ക് സുരക്ഷിത യാത്രയൊരുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സനിൽകുമാർ ആവശ്യപ്പെട്ടു. മണ്ഡലകാലം തുടങ്ങുകയാണ്. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സുരക്ഷിതമായ പാതയൊരുക്കുവാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അനശ്വര നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ ആദരിക്കുന്നു. 19 നടക്കുന്ന പരിപാടിയിൽ കവിയൂർ പൊന്നമ്മയടക്കം മുതിർന്ന ചലച്ചിത്ര നാടക പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 19 ധന്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി MLA ഉദ്ഘാടനം ചെയ്യും. ഫൌണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ PN ഗംഗാധരൻ നായർ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മുല്ലക്കര നാഗരൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. നടി കവിയൂർ പൊന്നമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തും. മലയാള ചലച്ചിത്ര രംഗത്ത് 6 പതിറ്റാണ്ട് പിന്നിടുന്ന കവിയൂർ പൊന്നമ്മ, സംവിധായകൻ രാജസേനൻ, കഥകളി ആചാര്യൻ കലാമണ്ഡലം തലവടി അരവിന്ദൻ, നാടക നടൻ കൈനകരി തങ്കരാജ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ കുടുംബാംഗങ്ങളായ നടൻ സായ്കുമാർ, നടി ശോഭാ മോഹൻ, നടൻ വിനു മോഹൻ, വിദ്യാ വിനു, അനു മോഹൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മരത്തിൽ നിന്ന് വീണ് നട്ടെല്ലിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കരവാളൂർ സ്വദേശിക്ക് പട്ടികജാതി വകുപ്പിൽ നിന്നുള്ള ധനസഹായം ലഭ്യമാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ തുക കൈമാറി. പട്ടികജാതിയിൽപ്പെട്ട അസുഖബാധിതർക്ക് ചികിത്സാ സഹായം നൽകുന്ന പട്ടികജാതി വകുപ്പിന്റെ പദ്ധതിയിൽ നിന്നാണ് വട്ടമൺ പാമ്പാടിമുക്കിൽ അംബിക ഭവനിൽ അയ്യപ്പന് ധനസഹായം ലഭിച്ചത്. അയ്യപ്പന്റെ അർബുദബാധിതയായ ഭാര്യ മാതാവ് ശാരദയ്ക്കും മുമ്പ് പദ്ധതിയിൽ നിന്ന് ധനസഹായം അനുവദിച്ചിരുന്നു. എന്നാൽ പണം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ശാരദ മരണപ്പെട്ടു. ജില്ലാ പഞ്ചായത്തിൽ S ജയമോഹൻ പ്രതിനിധീകരിക്കുന്ന കരവാളൂർ ഡിവിഷനിലെ താമസക്കാരനാണ് അയ്യപ്പൻ. അയ്യപ്പന്റെ ദയനീയ സ്ഥിതി അറിഞ്ഞ S ജയമോഹനും CPM പുന്നൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാലും ഇയാളുടെ വീട് സന്ദർശിച്ച് അവസ്ഥകൾ നേരിട്ട് മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് S ജയമോഹൻ മുൻകൈയെടുത്താണ് അയ്യപ്പന്റെ ചികിത്സയ്ക്കായി 40,000 രൂപ അനുവദിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ അയ്യപ്പന്റെ വീട്ടിലെത്തിയ S ജയമോഹൻ തുക കൈമാറി. വീട്ടിൽ വന്നപ്പോഴാണ് അമ്മായിയുടെ വീട്ടിലെ മറ്റ് സ്ഥിതിഗതികളും ഒക്കെ തന്നെ വളരെ ദുരിതത്തിലാണെന്ന് കണ്ടു. രണ്ടുപേരുടെ കയ്യിൽ നിന്നും അപേക്ഷ ഞങ്ങൾ തന്നെ നേരിട്ട് വാങ്ങി ഞങ്ങൾ തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചു. ഇപ്പോൾ 40,000 രൂപ അയ്യപ്പനും 50,000 രൂപ അമ്മയ്ക്കും അനുവദിച്ചു. പക്ഷെ 50,000 രൂപ കൈപ്പറ്റുന്നതിന് മുമ്പ് തന്നെ ആ അമ്മ മരണപ്പെട്ടു പോയതുകൊണ്ട് പണം അനുവദിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റും മറ്റും ഹാജരാക്കുമ്പോൾ ആ തുകയും ഈ കുടുംബത്തിന് തന്നെ കിട്ടും.
എം എ രാജഗോപാൽ, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അനി ജെ ബാബു, CPM കരവാളൂർ ലോക്കൽ കമ്മിറ്റി അംഗം സനൽകുമാർ, ബ്രാഞ്ച് കമ്മിറ്റി അംഗം വിനോദ് കുമാർ, ഡിവൈഎഫ്ഐ വില്ലേജ് കമ്മിറ്റി അംഗം രതീഷ് എന്നിവർ ജയമോഹനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കള്ള ടാക്സികൾക്കെതിരായ പ്രതിഷേധം ശക്തമാക്കുമെന്ന് INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ഹരികുമാർ പൂതങ്കര. പത്തനാപുരത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ കള്ള ടാക്സി വിഷയത്തിൽ സംഘടിപ്പിച്ച ആലോചനാ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ ശക്തമായി ഒന്നിച്ചു നിന്നാൽ പത്തനാപുരത്ത് നിന്നല്ല, പത്തനാപുരത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒറ്റ കള്ള ടാക്സി ഓടത്തില്ലെന്ന കാര്യം ഞാൻ പറയാൻ വിളിച്ചു. നമ്മൾ പൈസ മുടക്കി വാഹനങ്ങൾ നമ്മൾ നിരത്തിലോടുമ്പോൾ അത് ഓടുവാനുള്ള, നമ്മൾ ടാക്സ് അടച്ചു നിരത്തിലോടുന്ന വണ്ടിക്ക് നമ്മൾ ദൈനംദിനമായി ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ. നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ടാക്സി ജീവനക്കാരെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പുനലൂർ RTOയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് ഹരികുമാർ പൂതങ്കര പറഞ്ഞു. അവിടെ കഷ്ടപ്പെട്ട് ആ കിട്ടുന്ന തുച്ഛമായ തോന്നുകൊണ്ട് വന്നിട്ട് നിങ്ങളൊരു വാഹനം എടുത്തതായിരിക്കും. ആ വാഹനം എടുത്ത് നിരത്തിലോടുമ്പോൾ നമ്മൾ ഉള്ള ടാക്സ് അടച്ച് നമ്മൾ രാവിലെ ചില സമയത്തൊക്കെ മഴയത്തും വെയിലത്തും ഒക്കെ ഈ ടൗണുകളിൽ കിടക്കുന്ന കാഴ്ച ചിലപ്പോൾ രാവിലെ തൊട്ട് വണ്ടി വീട്ടിൽ നിർത്ത് വൈകുന്നേരം വരെ ഓടാത്ത ദിവസങ്ങൾ കാണും. അപ്പൊ ഞാൻ പറയുന്നത് ഓട്ടോറിക്ഷക്കാരനാണ് രാവിലെ വീട്ടിൽ നിന്ന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങിയാൽ വൈകിട്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ 1 കിലോ അരി മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ടാക്സിയെ സംബന്ധിച്ചോളം അതല്ല സ്ഥിതി. ചിലപ്പോൾ ഓട്ടം കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കാണ് ടാക്സി അടയ്ക്കാതെ എവിടെന്നെങ്കിലും ഒരു പെർമിറ്റും ഇല്ലാത്തൊരു വണ്ടിയുമായിട്ട് എവിടെ വന്ന് അവിടെ കിടന്നിട്ട് ഒരു ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരും, അവന് 30 ദിവസത്തേക്ക് ട്രെൻഡ് സാധനം കൊടുക്കുന്നു, അവനിത് കൊണ്ടുപോകുന്നു, അവനിന്റെ പുറകിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല. സംയുക്ത ട്രേഡ് യൂണിയൻ രക്ഷാധികാരിയും മാധ്യമപ്രവർത്തകനുമായ പ്രദീപ് ഗുരുകുലം, പ്രസിഡന്റ് A ചന്ദ്രബാബു, സെക്രട്ടറി പ്രദീപ് കുണ്ടയം, M ഷെരീഫ്, ബിജു മുല്ലസ്ഥാനം, ലൂബിസ്, സജി പുന്നല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പോലീസ് സേന അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് അഗ്നിശമന സേനകളിലേക്ക് എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടത്തുമെന്നും ചെന്നിത്തല കൊട്ടാരക്കരയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പോലീസ് സേനാംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും പ്രീമിയം തുകയായി 20 കോടി രൂപ ഈ വർഷം തന്നെ അടയ്ക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കൊട്ടാരക്കരയിൽ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയ കൊല്ലം റൂറൽ SP ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉടനടി ഇവിടെ പോലീസ് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. അതിന്റെ ഉദാഹരണം ഞാൻ വരില്ല, MP MLA കൂടി അത് നിർവഹിച്ചാൽ മതി. അവരെ ഉടനെ തന്നെ വാഹനം കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ഉടനടി 2 ആഴ്ചക്കുള്ളിൽ ഇവിടെ കൺട്രോൾ റൂം, അപ്പൊ 100 വിളിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും പോലീസിന്റെ സേവനം ലഭ്യമാകും. കൺട്രോൾ റൂം 2 ആഴ്ചക്കുള്ളിൽ MP MLAയുടെ അധ്യക്ഷതയിൽ MP അത് ഉദ്ഘാടനം ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് സ്ട്രെങ്ത് കുറവാണ്, SIമാരില്ല. ഞാൻ ആഭ്യന്തരമന്ത്രി വന്ന ശേഷം ഞാൻ കണ്ട ഒരു പ്രത്യേകത, PSC ലിസ്റ്റ് വന്നിട്ട് 7 വർഷമായിട്ട് കേസും വഴിപാട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞ കേസ് എന്തെങ്കിലും ആകട്ടെ 251 SIമാരുടെ ട്രെയിനിങ് തുടങ്ങാൻ പറഞ്ഞു. പണമില്ലാന്ന് പറഞ്ഞു. ക്യാബിനറ്റിൽ പോയി 10 കോടി രൂപ അതിനു വേണ്ടി അനുവദിച്ചു. നമ്മൾ തുടങ്ങി, ട്രെയിനിങ് തുടങ്ങി. ഇപ്പൊ SIമാര് ഒരു 3 മാസത്തിനകം SIമാർ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾ ഇറങ്ങും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് SIമാരുടെ ക്ഷാമം നമുക്ക് പരിഹരിക്കാൻ പറ്റും. സേനകളിൽ യുവത്വം നിലനിർത്തുന്നതിനായി പോലീസിലേക്കും അഗ്നിശമന സേനയിലേക്കും എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടത്തും. സേനകളിൽ നിയമത്തിനുള്ള PSC ലിസ്റ്റിന്റെ കാലാവധി 1 വർഷം മാത്രമായിരിക്കുമെന്നും പോലീസ് സേനയുടെ നവീകരണത്തിന്റെ ഭാഗമായി എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്നും 1000 പുതിയ വാഹനങ്ങൾ സേനയ്ക്കായി ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാവേലിക്കരയിൽ കമാൻഡോ വിംഗ് സ്ഥാപിക്കും. ഗുജറാത്ത്, രാജസ്ഥാൻ മാതൃകയിൽ പോലീസ് സർവകലാശാല സ്ഥാപിക്കുകയും ശാസ്ത്രീയമായി കുറ്റാന്വേഷണം സംബന്ധിച്ച ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യും. ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും സർക്കാർ സംരക്ഷണം നൽകും. ബോധപൂർവം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും. പോലീസിലെ ഒഴിവുകൾ നികത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചെറിയ തെറ്റുകളെ പർവ്വതീകരിച്ച് പ്രചരിപ്പിക്കുന്നത് പോലീസിന്റെ ആത്മവിശ്വാസം തകർക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്രമസമാധാനം ഉറപ്പാക്കാൻ എല്ലാ നഗരങ്ങളിലും പ്രധാന റോഡുകളിലും ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. റൂറൽ ജില്ലയിൽ ആരംഭിച്ച നിർഭയ ഓട്ടോ പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് വടക്കെടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈല സലീംലാൽ, പുനലൂർ ASP J. ഹേമചന്ദ്രനാഥ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ദക്ഷിണമേഖല ADGP A. പത്മകുമാർ സ്വാഗതവും റൂറൽ പോലീസ് മേധാവി S. സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രമുഖ നോവലിസ്റ്റ് ബെന്യാമിൻ വ്യാഴാഴ്ച പുനലൂരിൽ. പുനലൂർ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്യും.
കേരള ഫോക്കസ് കൾച്ചറൽ സെന്ററും ലീഗൽ സർവീസ് കമ്മിറ്റിയും ചേർന്നാണ് വ്യാഴാഴ്ച രാവിലെ 10 മുതൽ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സാംസ്കാരിക സമ്മേളനവും നിയമബോധവത്കരണ സെമിനാറും സംഘടിപ്പിക്കുന്നത്. ബെന്യാമിൻ സാംസ്കാരിക സമ്മേളനത്തിന്റെയും ജില്ലാ ജഡ്ജി വി ഹരി നായർ നിയമബോധവത്കരണ സെമിനാറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. LIC ഏജന്റായ വീട്ടമ്മയെ കാണാനില്ലെന്ന് പരാതി. പാവുമ്പ സ്വദേശിനിയായ 33-കാരിയാണ് കാണാതായതായി ഭർത്താവ് പത്തനാപുരം പോലീസിൽ പരാതി നൽകിയത്. പാവുമ്പ തേക്കിൻകാട്ടിൽ വീട്ടിൽ സന്തോഷിന്റെ ഭാര്യയും 2 കുട്ടികളുടെ മാതാവുമായ പ്രീതയെയാണ് ഈ മാസം 9 മുതൽ കാണാതായത്. LIC പ്രീമിയം തുക അടയ്ക്കാനായി കൊല്ലത്തുള്ള LIC ഓഫീസിലേക്ക് പോയ പ്രീത പിന്നെ തിരിച്ചു വന്നില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. വൈകിയും പ്രീത തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് ഭർത്താവ് സന്തോഷ് പത്തനാപുരം പോലീസിൽ പരാതി നൽകിയത്. 5 അടിയോളം ഉയരമുള്ള പ്രീത കാണാതാകുമ്പോൾ കറുപ്പും നീലയും കലർന്ന ചുരിദാറാണ് ധരിച്ചിരുന്നത്. യുവതിയെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മലയാളിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾക്കുണ്ടായ മാറ്റത്തെ ശക്തമായി വിമർശിച്ച് കവി കുരീപ്പുഴ ശ്രീകുമാർ. കേരള സർവകലാശാല യൂണിയൻ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ സംഘടിപ്പിച്ച കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുരീപ്പുഴ. ട്യൂഷൻ എന്ന നഗ്ന കവിത. ഡോങ്കിയുടെ അർത്ഥം ചോദിച്ചപ്പോൾ അമ്മ അച്ഛന്റെ മുഖത്ത് നോക്കി. മങ്കിയുടെ അർത്ഥം ചോദിച്ചപ്പോൾ അച്ഛൻ അമ്മയുടെ മുഖത്ത് നോക്കി. അർത്ഥം എനിക്ക് മനസ്സിലായി, എങ്കിലും തെളിച്ചു പിടിപ്പിക്കാനായി പിറ്റേന്ന് മുതൽ ട്യൂഷൻ മാസ്റ്റർ വന്നു തുടങ്ങി. അയ്യേ, ഈ ഡാഡിക്ക് തീരെ കൾച്ചറില്ല. ഇങ്ങനെയാണ് പറയേണ്ടത്: ഗുരുവായൂർ ഡാഡി, കൊടുങ്ങല്ലൂർ മമ്മി, ശബരിമല അങ്കിൾ, മാളികപ്പുറത്ത് ആന്റി, പറശ്ശിനിക്കടവ് ഗ്രാൻഡ്പപ്പ. ഉദ്ഘാടന പ്രസംഗത്തിനൊപ്പം തനതു ശൈലിയിൽ കവിതാലാപനം കൂടി നടത്തി കുരീപ്പുഴ വിദ്യാർത്ഥികളുടെ കയ്യടി നേടി. കവി വാക്കനാട് സുരേഷ്, കവയിത്രി PR ആര്യ എന്നിവരും കവിതകൾ ആലപിച്ചു. കേരള സർവകലാശാല യൂണിയൻ ചെയർമാൻ MS അനീഷ് അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ വർഗീസ് P ഡാനിയൽ, യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം RL വിഷ്ണുകുമാർ, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി R രവികുമാർ, BS വിനോദ്, V രാജേഷ്, വിഷ്ണു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. യുവാക്കൾക്കിടയിൽ സാഹിത്യാഭിരുചികൾ വളർത്തുക, വിദ്യാർത്ഥികളിലെ സർഗ്ഗവാസനകൾ പരിപോഷിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ നേതൃത്വത്തിൽ കലാലയങ്ങളിൽ കവിയരങ്ങുകളും സാഹിത്യ കൂട്ടായ്മകളും സംഘടിപ്പിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ താലൂക്ക് വികസന സമിതി യോഗം നേരം പോക്കായി മാറുന്നുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ്. നടപ്പാകാത്ത വിവിധ തീരുമാനങ്ങളുടെ പട്ടിക നിരത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പുനലൂർ നഗരത്തിൽ നടപ്പാക്കാൻ താലൂക്ക് സമിതി എടുത്ത തീരുമാനങ്ങളൊന്നും നടപ്പായിട്ടില്ല. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AK നസീറും സനിൽകുമാറും താലൂക്ക് വികസന സമിതിയിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തഹസീൽദാരുടെ ചേംബറിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജുവിന്റെ സാന്നിധ്യത്തിൽ ഓഗസ്റ്റ് 11 യോഗം ചേർന്നു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വാട്ടർ അതോറിറ്റി, സ്കൂൾ അധികൃതർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം പങ്കെടുത്ത യോഗത്തിൽ ട്രാഫിക് പരിഷ്കരണത്തിനായി 11 നിർദ്ദേശങ്ങളാണ് ഉണ്ടായത്. ഇവയെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നഗരസഭയ്ക്കും വിവിധ വകുപ്പുകൾക്കും നിർദ്ദേശവും നൽകി. എന്നാൽ 2 മാസം പൂർത്തിയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ഈ തീരുമാനങ്ങൾ, അതായത് ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റി MLAയുടെ സാന്നിധ്യത്തിൽ കൂടിയ കമ്മിറ്റിയിലെടുത്ത തീരുമാനങ്ങൾ രേഖാമൂലം ബഹുമാനപ്പെട്ട തഹസീൽദാരെ ഞങ്ങൾക്ക് നൽകിയിരുന്നു. അതിന്റെ പകർപ്പുകളാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഈ പകർപ്പിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന്, ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി, നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷമായിട്ടുള്ള കമ്മിറ്റി ഇന്ന് വരെ കൂടിയിട്ടില്ല. ശബരീരി സ്കൂളിന്റെ യൂട്ടേൺ സംവിധാനം നിർത്തലാക്കുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഒരു വാർഡനെ നിശ്ചയിക്കുമെന്ന് പറഞ്ഞു, നടന്നിട്ടില്ല. മൊത്ത വ്യാപാരശാലകളിൽ 11 മണി തൊട്ട് 3 മണി വരെയാണ് കയറ്റിയിറക്ക്. അത് നിർബാധം ഇപ്പോഴും 7 മണിക്കും 8 മണിക്കും രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിർബാധം തുടരുന്നു. പാർക്കിംഗ് ബോർഡുകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നഗരസഭാ അധികാരികളും കൂടെ ചേർന്നുകൊണ്ട് പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. ആ പാർക്കിംഗ് ബോർഡുകൾ നിങ്ങൾ നോക്കുക, നഗരത്തിൽ ഒരിടത്ത് പോലും അതിന്റെ അനുയോജ്യമായ സ്ഥലത്തല്ല പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചേക്കുന്നത്. വ്യാപാരി വ്യവസായിയുടെ ഏകോപന സമിതിയുടെ നേതാവ് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാരപ്പെട്ട സ്ഥലമുണ്ട്. ഒന്ന്, നഗരസഭാ കോംപ്ലക്സിന്റെ സമീപത്ത് കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. വെട്ടിപ്പുഴ പാലത്തിന് സമീപമായിട്ട് കുറെ ഏറെ സ്ഥലം കിടപ്പുണ്ട്. ഇത് 3 പാർക്കിംഗ് ഏരിയ ആയി നിശ്ചയിക്കണം. അവിടെ ഒരു വാച്ച്മാനെ നിശ്ചയിക്കണം. അവിടെ ഫീസ് നിരക്കില് പാർക്കിംഗ് ഏരിയയിൽ നിർമ്മിക്കണം. അതിന് നഗരസഭ മേൽനോട്ടം വഹിക്കണം. നഗരസഭ മുൻകൈ എടുക്കണമെന്ന് പറയാൻ അത് നടന്നില്ല. ഈ പാർക്കിംഗ് ഏരിയകൾ പൊതുജനങ്ങളെ അറിയിക്കാൻ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയിപ്പുകൾ നൽകണമെന്ന് പറഞ്ഞിരുന്നു. അത് നടന്നില്ല. നഗരത്തിലെ ഗതാഗത ചുമതല ചെയർപേഴ്സൺ അധ്യക്ഷയായുള്ള ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റിക്കാണെന്നും എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുള്ള ഈ കമ്മിറ്റി എല്ലാ മാസവും കൂടേണ്ടതും എടുക്കുന്ന തീരുമാനങ്ങൾ കർശനമായി നടപ്പിലാക്കേണ്ടതുമാണെന്നാണ് ഓഗസ്റ്റ് 11 നടന്ന യോഗത്തിലെ തീരുമാനങ്ങളിൽ ഒന്നാമത്തേത്. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും
ഉണ്ടായില്ലെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രവണതയാണ് കഴിഞ്ഞ വികസന സമിതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ രേഖകളും അന്ന് കിട്ടിയ ഉറപ്പും തഹസീൽദാറുടെ കയ്യൊപ്പോട് കൂടി കിട്ടിയ ഉറപ്പ് ഞങ്ങൾ സമർപ്പിച്ചിരുന്നു. അന്ന് ഇതിന് ഒരു മറുപടി പോലും പറയുവാൻ ചെയർപേഴ്സന് കഴിഞ്ഞിട്ടില്ല. ചെയർപേഴ്സൺ അന്ന് മറുപടി പറഞ്ഞ ഒരു കാരണം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലായി ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല, ഇനിയും ശ്രമിക്കാമെന്ന്. എന്തിനാണ് ഇങ്ങനെ ഒരു വികസന സമിതി? ന്യൂസ് ബ്യൂറോ, പുനലൂർ. SDPI കാരിയറ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്തു. കാരിയറ പബ്ലിക് ലൈബ്രറിക്ക് 100 പുസ്തകങ്ങൾ SDPI സമ്മാനിച്ചു. വൈകിട്ട് 5 മണിയോടെ കാരിയറ ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം മണ്ഡലം സെക്രട്ടറി MA മജീദ് അധ്യക്ഷനായി. കാരിയറ ബ്രാഞ്ച് പ്രസിഡന്റ് നസീം കാരിയറ സ്വാഗതം പറഞ്ഞു. SDPI പ്രവർത്തകർ ഗതാഗതയോഗ്യമാക്കിയ കാരിയറ തോണ്ടലിൽ ഭാഗം റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ജലീൽ കടക്കലും ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറയും നിർവഹിച്ചു. കാരിയറ പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി 100 പുസ്തകങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ സ്വദേശി വിദ്യാർത്ഥി റാണ പ്രതാപിന്റെ ദുരൂഹമരണം അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി CBI നിലപാട് തേടി. കോടതി CBIയുടെ നിലപാട് ചോദിച്ചത് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസ് CBI അന്വേഷിക്കണമെന്ന കുട്ടിയുടെ പിതാവിന്റെ ആവശ്യപ്രകാരം. കള്ള ടാക്സികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പത്തനാപുരത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനം. മണ്ഡലകാലം ആരംഭിക്കാറായ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ പ്രധാന പാതയായ ദേശീയപാത 744 നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. പത്തനാപുരത്ത് LIC ഏജന്റായ വീട്ടമ്മയെ കാണുവാനില്ലെന്ന് പരാതി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.